ചേക്കിഴാർ പെരിയ പുരാണത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശിവഭക്തൻ്റെ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. കുങ്കിലിയ കലയ നായനാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ശിവപൂജയിൽ മുഴുകിയവരുടെ പൂജയിലെ മണിയടി നാദം കൊണ്ട് പവിത്രമായിരുന്നു തിരുക്കടയൂർ ദേശം. 4 വേദങ്ങളിലും പണ്ഡിതരായ ബ്രാഹ്മണരുടെ ആവാസസ്ഥാനമായിരുന്നു. നെല്ല് നിറയെ വിളഞ്ഞിരുന്ന വയലുകളെല്ലാം നിറഞ്ഞ ഈ തിരുക്കടയൂർ ദേശം. അനേകം കവുങ്ങിൻ തോപ്പുകളും ആമ്പലുകൾ വളർന്നിരുന്ന ജലാശയങ്ങളും അവിടെ നിറയെ കാണാമായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ ഒരറ്റത്ത് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ജീവിച്ചിരുന്നു. വേദശാസ്ത്രാഗമങ്ങളിലെല്ലാം പാണ്ഡിത്യം നേടിയ കലയ എന്നൊരു ബ്രാഹ്മണൻ അടുത്ത ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ധൂപപൂജ ചെയ്യുമായിരുന്നു. അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും നന്നായി പരിശോധിച്ച് മോക്ഷം ലഭിക്കാൻ ഭഗവത്ഭക്തിയല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ ശിവക്ഷേത്രത്തിലെ ശിവനെ നിരന്തരം ആരാധിച്ചുകൊണ്ട് ജീവിച്ചു. ആഗമ നിയമങ്ങളനുസരിച്ച് ശിവപൂജ ചെയ്താൽ ശിവനിൽ ദൃഢഭക്തി ഉണ്ടാകും എന്നറിഞ്ഞ അദ്ദേഹം തൻ്റെ സമ്പത്തെല്ലാം അതിന് വിനിയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കലയ ശിവാരാധന തുടങ്ങി. തൻ്റെ പാദങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്ന ഭക്തനെ രക്ഷിക്കാനായി ബ്രഹ്മാവിനും വിഷ്ണുവിനു പോലും കാണാൻ സാധിക്കാതിരുന്ന രൂപത്തോടെ പ്രത്യക്ഷപ്പെട്ട് യമനെ അടക്കിയ ഭഗവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക സേവനം കുങ്കിലിയ ധൂപം പുകയ്ക്കുകയായിരുന്നു. ഈ കുങ്കിലിയ ധൂപം എന്നുള്ളൊരു പ്രത്യേക തരത്തിലുള്ള പൂജാ സംവിധാനമാണ്. ധൂപപൂജ എന്ന് പറയും. അതിന് അവിടെയൊക്കെ സുഗന്ധം വമിപ്പിക്കുന്ന ധൂപം കൊണ്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ് ഈ ധൂപപൂജ. അതായത് കുങ്കിലിയ എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. ആ മരത്തിൽ കറ സ്വരുക്കൂടുമ്പോൾ ഈ കരരൂപം പ്രാപിച്ച് മരത്തിലുണ്ടാകും. ആ കരരൂപത്തിലുള്ള കുങ്കിലിയ മരക്കറ വെട്ടിയെടുത്ത് അത് പുകച്ചുകൊണ്ട് അവിടമാകെ സുഗന്ധം പരത്തുന്ന ഒരു പൂജാ സംവിധാനമാണ് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അനുഷ്ഠിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ പരിമളം ധൂപത്തോട് കലർന്ന് ആ പരിസരം മുഴുവൻ സുഗന്ധപൂരിതമാക്കി. ഇങ്ങനെ 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൽ തൻ്റെ കൃപ ചൊരിയാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് കലയനാർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ധനാഗമ മാർഗങ്ങളെല്ലാം അടച്ചു. കലയനാർ തൻ്റെ അധീനതയുള്ള വയലുകളും വീടുകളും ഒക്കെ വിറ്റു തുടങ്ങി. വേലക്കാരെയും പറഞ്ഞയച്ചു. അങ്ങനെ ലഭിച്ച പണവും കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തീർന്നു. എങ്കിലും അദ്ദേഹം കുങ്കിലിയ ധൂപം കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിന് ഒരു മുടക്കവും വരുത്തിയില്ല. ഒപ്പം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നില അങ്ങേറ്റം പരിതാപകരമായി തീരുകയും ചെയ്തു. ഭഗ്നിയുടെ ആഭരണങ്ങളെല്ലാം വിറ്റു. പട്ടുവസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും വിറ്റു. അവസാനം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഭഗ്നിയുടെ താലിയും ഒഴിച്ച് മറ്റെല്ലാം വിറ്റ് അവർ ജീവിച്ചു. ഈ കഷ്ടതകൾക്കിടയിലും അദ്ദേഹം തൻ്റെ വ്രതം മുടക്കിയില്ല. ഭാര്യയോടും മക്കളോടുമൊന്നും ഒത്ത് ദിവസങ്ങളോളം അദ്ദേഹത്തിന് പട്ടിണി കിടക്കേണ്ടി വന്നാലും ശിവപൂജ ഒരിക്കലും മുടക്കിയില്ല. ഈ ധൂപപൂജയിലൂടെ അദ്ദേഹം ശിവനുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടു. ശിവപൂജ നടത്തി ഭഗവാന്റെ വലിയ പ്രസാദമാണ് ലഭിച്ചതെന്ന് ജനം പരിഹസിച്ച് ഇദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. ഈ ശിവപൂജയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സമ്പത്ത് മുഴുവനാണ്. ഇതൊക്കെ ശിവൻ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു. ഒരു ദിവസം കഷ്ടപ്പാട് താങ്ങാനാവാതെ ഹൃദയവേദനയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വസുമതി എന്നാണ് അവളുടെ പേര്,
പതിയോട് ഇങ്ങനെ പറഞ്ഞു, ഈ വീട്ടിൽ പച്ചവെള്ളമല്ല ഒന്നുമില്ല, നമുക്ക് വിശന്നാൽ സാരമില്ല, എന്നാൽ ഈ കൊച്ചുകുട്ടികൾ വിശന്ന് കരയുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുന്നു, എനിക്ക് ഇനി ഇത് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ ഈ മംഗല്യസൂത്രത്തിലെ സ്വർണം വിറ്റെങ്കിലും അരി വാങ്ങി വരൂ. പിന്നീട് ദുഃഖത്തോടെ ആ പതിവ്രത തൻ്റെ മംഗല്യ ചരടിൽ നിന്ന് താലി ഊരിയെടുക്കുന്നു, എന്നിട്ട് ഭർത്താവിന് കൊടുക്കുന്നു. നമുക്ക് അത് ചേക്കിഴാർ വർണ്ണിക്കുന്ന രംഗം നോക്കാം. യാതൊന്നും ഇലയാകി ഇരുപകൽ ഉണവുമാറി പേതുറും മൈന്ദരോടും പെരുക ചുറ്റത്തൈ നോക്കി കാതൽ ചെയ് മനവിയാർദം കണവനാർ കലയനാർ കൈക കോതിൽ മംഗലനൂൽ താലി കൊടുത്തു നേർകൊള്ളുമെൻ്റാർ. അങ്ങനെ താലി വിറ്റ് അരി വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയി. അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു വണികൻ കയ്യിൽ ധൂപസാധനങ്ങളുമായി എതിരെ വരുന്നു കണ്ടു. കലയനാർ അത് കണ്ടത് തൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് താലി പകരം കൊടുത്ത് അത് വാങ്ങുകയാണ് ചെയ്തത്. നേരെ കോവിലേക്ക് പോയി സംഭാരശാലയിൽ സൂക്ഷിച്ച ആരാധനയിൽ ഇടപെട്ട് അതിൽ നിരതനായി അവിടെ തന്നെ അന്ന് രാത്രി താമസിച്ചു. കുടുംബാംഗങ്ങളാകട്ടെ അവർക്ക് അന്ന് പട്ടിണി തന്നെ. രാത്രിയിൽ ഈശ്വരാജ്ഞപ്രകാരം കുബേരൻ നിരവധി ധനം ഭൂമിയിൽ കൊണ്ടുവന്ന് കലയനാരുടെ ഭവനത്തിൽ സ്വർണമായും രത്നങ്ങളായും ധാന്യങ്ങളായും നിറച്ചു വച്ചു. പ്രഭാതത്തിൽ ഉണർന്ന ഗൃഹിണി ഇതെല്ലാം കണ്ട് ഈശ്വരനെ വണങ്ങി. ഭർത്താവിന് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്ന സമയം വീട്ടിലേക്ക് ചെല്ലുവാൻ കലയനാർക്ക് അശരീരി ലഭിച്ചു. ഭാര്യയിൽ നിന്ന് വിവരങ്ങളറിഞ്ഞ അദ്ദേഹത്തിന് കൂടെ ചെന്ന ഭക്തന്മാർക്കും കുടുംബാംഗങ്ങൾക്കും അന്നും പിന്നീടും വിഭവസമൃദ്ധമായ ഭക്ഷണം ശിവകൃപയാൽ ലബ്ധമായി. ഇപ്രകാരം കലയനായനാർ ഭക്തജനങ്ങൾക്ക് വേണ്ടിയും അമ്പലത്തിൽ ധൂപപൂജകൾ ചെയ്തും ജീവിച്ചിരുന്ന കാലത്ത് സമീപത്തുള്ള തിരുപ്പനന്ത ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയുടെ സ്ഥിതി ഒന്ന് ചരിഞ്ഞുകൊണ്ടായിരുന്നു. അവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ നേരെയായിരുന്നില്ല, അത് ഒരു ഭാഗത്തേക്ക് കുറേയധികം ചരിഞ്ഞിരുന്നു. അതിന് കാരണവും പറയുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു ഭക്ത സാധാരണ പോലെ പൂമാല ചാർത്തുവാൻ കുനിഞ്ഞപ്പോൾ ഉടുവസ്ത്രം അഴിയുകയും കൈമുട്ടുകളാൽ താങ്ങിക്കൊണ്ട് മാല ചാർത്താൻ സാധിക്കാതെ വന്ന് വിഷമിച്ചപ്പോൾ കാരുണികനായ ഈശ്വരൻ മുൻപോട്ട് ചാഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഭക്ത ഭഗവാന്റെ കഴുത്തിൽ മാല ചാർത്തി. ഇതാണ് ആ സംഭവത്തെപ്പറ്റി പറയുന്നത്. അങ്ങനെയാണത്രേ ഈ ശിവലിംഗം ഒരു വശത്തേക്ക് ചാഞ്ഞു പോയത്. അങ്ങനെ ഇരിക്കെ അക്കാലത്തെ ചോഴ മന്നൻ ഈ ചായ്വ് തീർക്കാൻ ഒരു ശ്രമം നടത്തി. അവസാനം കയർ കെട്ടി ആനയെ കൊണ്ട് വലിപ്പിക്കുവാനും ശ്രമിച്ചു. ആനയും ഭടജനങ്ങളും പിന്നോട്ട് വീഴുകയല്ലാതെ പ്രതിഷ്ഠ അതേ നിലയിൽ തന്നെ ചരിഞ്ഞു നിൽക്കുകയാണുള്ളത്. ഈ വിവരം കർണാകർണികായ അറിഞ്ഞ കലയനായനാർ സ്ഥലത്ത് വന്ന് അതേ പൂമാലകൾ ചുറ്റിയ കയർ തൻ്റെ കഴുത്തിൽ കെട്ടിവലിച്ചപ്പോൾ കരുണാനിധിയും ഭക്തദാസനുമായ ഈശ്വരൻ കടാക്ഷിച്ച് ലിംഗം നിവർന്നു നിന്നു. രാജാവ് നായനാരുടെ തിരുവടികളിൽ വീണ് നമസ്കരിച്ച് വേണ്ട തിരുപ്പണികളെല്ലാം ചെയ്തു പോയ ശേഷം നായനാർ പഴയ പോലെ തൃക്കടവൂർ ക്ഷേത്രപ്രവൃത്തികൾ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കും ഈ സംഭവം തിരുஞான സംബന്ധർ എന്ന മഹാകവി, മഹായോഗി, ബാലയോഗി ഈ കഥ അറിയുകയും ഇവിടേക്ക് വരികയും ചെയ്തു. ശീർക്കാഴിയുടെ പരിശുദ്ധനും ബാലയോഗിയുമായ ജ്ഞാനസമുദ്രം മധ്യവയസ്കനായി കഴിഞ്ഞിരുന്ന ഭക്തോത്തമനായ തിരുനാവുക്കരശരും ഈ ദേവനെ കാണാൻ വേണ്ടിയിട്ട്, ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെ കണ്ട് വന്ദിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു. അത് കണ്ട് കലയനായനാർ ഭക്തിപൂർവം അവരെ എതിരേൽക്കുകയാണ് ചെയ്തത്.
കലയനായനാർ വേണ്ട വിഭവസമർത്ഥമായ സദ്യ അവർക്കൊരുക്കി. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഇവരെ വിവരിച്ച് കേൾപ്പിച്ചു. അങ്ങനെ തിരുനാവുക്ക് അരശർ എന്ന അപ്പർ ഈ സംഭവത്തെ ആസ്പദമാക്കി ഏതാനും തേവാരങ്ങൾ രചിക്കുകയുണ്ടായി. ആ തേവാരങ്ങൾ ഇന്നും ജനങ്ങൾ പാടി നടക്കുന്നു.